ഡൽഹിയിലെ രാഷ്ട്രീയ വാർത്താമുറികളിൽ നിന്നും ഇപ്പോൾ പുറത്തുവരുന്ന വിവരങ്ങൾ അത്രത്തോളം നിർണായകമാണ്. ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ അപ്പാടെ തിരുത്തിക്കുറിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഒരു വൻ കുതിച്ചുചാട്ടത്തിന് സാക്ഷ്യം വഹിച്ചിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടിക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പുതുജീവനും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പ്രകടമാകുന്ന ശക്തമായ തരംഗവും രാഹുൽ ഗാന്ധിയെ ഈ റെക്കോർഡ് നേട്ടത്തിലേക്ക് നയിക്കുമ്പോൾ അത് BJPയുടെ ചാണക്യൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ തന്ത്രങ്ങളെപ്പോലും നിഷ്പ്രഭമാക്കുന്ന കാഴ്ചയാണ് രാജ്യം കാണുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഈ അപ്രതീക്ഷിതവും ശക്തവുമായ മുന്നേറ്റം ഭരണപക്ഷത്തെ, പ്രത്യേകിച്ച് BJP കേന്ദ്രങ്ങളെ പൂർണ്ണമായും ഞെട്ടിച്ചിരിക്കുന്നു. ഈ ഒരു സാഹചര്യം സൃഷ്ടിച്ച രാഷ്ട്രീയ പ്രകമ്പനം ചെറുതല്ല എന്ന് തെളിയിക്കുന്നതാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ. അതായത് ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ എന്നീ 4 സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരത്തെയാക്കാൻ കേന്ദ്ര ഭരണകൂടം ഇപ്പോൾ അടിയന്തര നീക്കങ്ങൾ നടത്തുകയാണ്. 2027 ഫെബ്രുവരിയിൽ ഈ രാജ്യത്ത് ആരംഭിക്കുന്ന 2ാം ഘട്ട ജനസംഖ്യാ കണക്കെടുപ്പിൻ്റെ ഭരണപരമായ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കാനാണ് ഈ നീക്കമെന്ന് ഔദ്യോഗികമായി വ്യക്തമാക്കുമ്പോഴും ഇതിന് പിന്നിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന രാഷ്ട്രീയ നിരീക്ഷകർ തന്നെ വിലയിരുത്തുന്നു. പ്രതിപക്ഷത്തിൻ്റെ, പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധിയുടെ ഈ കുതിപ്പിനെ പ്രതിരോധിക്കാൻ നരേന്ദ്രമോദിയും കേന്ദ്ര നേതൃത്വവും നേരിട്ട് രംഗത്തിറങ്ങി പരക്കം പായുന്നൊരു കാഴ്ചയ്ക്കാണ് രാജ്യം ഇപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. ദക്ഷിണേന്ത്യയിൽ കോൺഗ്രസ് നേടിയ വലിയ മുന്നേറ്റം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലേക്ക് പടരുന്നത് തടയുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നേരത്തെയാക്കാൻ അമിത്ഷായുടെ നേതൃത്വത്തിൽ BJP തന്ത്രങ്ങൾ മെനയുന്നത്. കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസത്തെയും ജനപിന്തുണയെയും വടക്കൻ സംസ്ഥാനങ്ങളിൽ നേരിടാൻ BJPക്ക് വൻ ഒരുക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇതിൻ്റെ ഭാഗമായി ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ എന്നീ സംസ്ഥാനങ്ങളിലെ പാർട്ടി ഘടകങ്ങളോട് തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ അടിയന്തരമായി വേഗത്തിലാക്കാൻ കേന്ദ്ര നേതൃത്വം നിർദ്ദേശം നൽകിയിരിക്കുന്നു. പശ്ചിമ ബംഗാളിൽ പയറ്റിയതുപോലെയുള്ള കടുത്ത ധ്രുവീകരണ തന്ത്രങ്ങൾ ഈ സംസ്ഥാനങ്ങളിലും പുറത്തെടുത്ത് വോട്ട് ബാങ്ക് ഉറപ്പിക്കാനാണ് BJP ലക്ഷ്യമിടുന്നത്. വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകൾ ലക്ഷ്യമിട്ട് അടിയന്തരമായി കരുക്കൾ നീക്കാനും ബൂത്തുതലം മുതൽ പാർട്ടിയെ സജ്ജമാക്കാനും മോദി നേരിട്ട് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. പ്രതിപക്ഷത്തിൻ്റെ ആത്മവിശ്വാസം തകർക്കാനും ഭരണപക്ഷത്തിൻ്റെ മേൽക്കൈ തിരിച്ചുപിടിക്കാനും പ്രധാനമന്ത്രി നടത്തുന്ന ഈ വേഗതയേറിയ നീക്കങ്ങൾ ഡൽഹി രാഷ്ട്രീയം എത്രത്തോളം ചൂടുപിടിച്ചതാണെന്ന് കാണിച്ചു തരുന്നു. അമിത്ഷായെ പോലും പിന്നിലാക്കിയ രാഹുലിൻ്റെ റെക്കോർഡ് കുതിപ്പും അതിനെ മറികടക്കാൻ പ്രധാനമന്ത്രി മോദി നടത്തുന്ന ഈ പരക്കം പാച്ചിലും വരും ദിവസങ്ങളിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ മാറ്റങ്ങൾക്ക് വഴി തുറക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല.